ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അവസാന നിമിഷം അടുക്കുന്ന സമയത്ത് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് ഇപ്പം ഹൗസിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം തന്നെ പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അനുമോൾ വന്നിട്ട് അപ്പാണിയോട് പറയുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ ആരെന്തൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്താൻ ശ്രമിച്ചാലും നമ്മളാരും തളരില്ല എന്നുള്ളത് തന്നെയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അപ്പാണി ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ഇവിടെ ഒന്ന് മാസ് അടിക്കാൻ വന്നാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും മസ്താനിയായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കൂ എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് എന്തിനാണ് ഇങ്ങനെയുള്ളൊരു ദേഷ്യവും വാശിയൊക്കെ വെച്ച് നടക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അണി നേരത്തെ പറഞ്ഞതാണ്, എനിക്ക് ദേഷ്യമൊന്നുമില്ല, അവരവരുടെ വഴിക്ക് തന്നെ പൊക്കോട്ടെ, ഞാൻ അവരുടെ ഒപ്പം നടക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല, അവർ സന്തോഷിച്ച് തന്നെ പൊക്കോട്ടെ, ഞാൻ ആരെയും ദ്രോഹിക്കാനും വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല ചേട്ടാ, മസ്താനിക്ക് ചേട്ടനോട് സംസാരിക്കണം, ഒന്ന് മനസ്സോർന്ന് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും അത് ആലോചിച്ചിട്ട് പറയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പുള്ളിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. പണി എന്ന് പറയുമ്പോഴത്തേക്ക് അനുമോൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങളൊരു പേടിച്ചൂറിനാണെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അതെന്താണ് അങ്ങനെ പറഞ്ഞത് ചോദിക്കുന്ന സമയത്ത്, അല്ല, ഒരു പാവം ശുദ്ധൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ ആദിൽ ഇവിടെ ബിന്നിയോട് പറയുന്നുണ്ട്, പുറത്തിറങ്ങിയതിന് ശേഷം ആൾക്കാരിപ്പം അനുമോളെ പറ്റി എന്ത് ചോദിച്ചാലും എനിക്കങ്ങനെ അവളെ പറ്റി ഇങ്ങനെ മോശം പറയാനൊന്നും താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ എല്ലാവരും ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഓരോ വൃത്തികേട് തന്നെയാണ്. പക്ഷേ അത് അവർ ഗെയിം കഴിയുമ്പോഴത്തേനെ അവരെല്ലാവരും അത് മറക്കുക തന്നെ ചെയ്യും. അപ്പം എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ല കാര്യം.